മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ യുഡിഎഫിന്റെ ബോർഡുകൾ മോഷണം പോകുന്നു. സിപിഎം അനുഭാവികളായ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ചുമതലകൾക്ക് നിയോഗിക്കുന്നു. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കമെന്ന് യുഡിഎഫ്. പയ്യന്നൂരിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മാണം ആർക്ക് വേണ്ടിയെന്ന് കോൺഗ്രസ്. കണ്ണൂരിലെ രാഷ്ട്രീയാന്തരീക്ഷം കലുഷിതമാകുന്നു. എൽഡിഎഫിന് തുടർഭരണമുണ്ടാകില്ലെന്ന് സിപിഎമ്മിന് ഇന്റലിജൻസ് റിപ്പോർട്ട് വല്ലതും ലഭിച്ചോ എന്ന് തോന്നിപ്പിക്കും വിധം കണ്ണൂരിൽ അണിയറ നീക്കങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ മാർജിനിൽ ജയിച്ച ധർമ്മടം നിയോജക മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതായി പരാതി ഉയർന്നു. യുഡിഎഫ് സ്ഥാനാർത്ഥി വി.പി. അബ്ദുൾ റഷീദ് തന്നെയാണ് പ്രചരണ ബോർഡുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. മുഴപ്പാലയിലെ ബൂത്തിൽ സ്ഥാപിച്ച ഫ്ലക്സ് ആണ് മോഷ്ടിക്കപ്പെട്ടത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മുഴപ്പാലയിൽ വെച്ച് വി.പി. അബ്ദുൾ റഷീദിന്റെ വാഹനം തടഞ്ഞുവെച്ച് കൊലവിളി നടത്തിയതായി യുഡിഎഫ് പരാതി നൽകിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതികേട് കാണിക്കുന്നുവെന്നും ജനങ്ങൾ വോട്ടിംഗ് ദിവസം പ്രതികരിക്കുമെന്നാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി പറയുന്നത്. ധർമ്മടത്ത് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സിപിഎമ്മും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്ന് വ്യാപകമായ ഗൂഢാലോചന നടത്തുന്നതായി കോൺഗ്രസ് ആരോപിക്കുന്നു. തളിപ്പറമ്പിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നതായും പയ്യന്നൂരിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നതായും പരാതി ഉയർന്നതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ആകെ സംശയമുനയിൽ നിർത്തുന്ന ഗുരുതര ആരോപണങ്ങളുമായി ഡിസിസി നേതൃത്വം രംഗത്തെത്തിയത്. സിപിഎം കോട്ടകളിൽ കോൺഗ്രസ് പ്രചരണം സജീവമാക്കിയതിലുള്ള പരിഭ്രാന്തിയാണ് ഇത്തരത്തിലുള്ള അട്ടിമറി നീക്കങ്ങൾക്ക് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ പ്രത്യേക തസ്തികകൾ സൃഷ്ടിച്ച് സിപിഎം അനുകൂലികളായ ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കം നടക്കുകയാണെന്ന് ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 8 ദിവസം മുൻപ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറായി തിരുവനന്തപുരത്തെ സിപിഎം നേതാവ് ഷിജു ഖാന്റെ ഭാര്യയെ നിയമിച്ചത് ഇതിന്റെ ആദ്യപടിയായിരുന്നു. രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെയുള്ള ഇത്തരം നിയമനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെ ബാധിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച് തിരുവനന്തപുരത്തെ ദത്ത് വിവാദത്തിൽ അമ്മയറിയാതെ കുഞ്ഞിനെ ദത്ത് നൽകാൻ കൂട്ടുനിന്നെന്ന ആരോപണത്തിലൂടെ വിവാദത്തിൽപ്പെട്ട സിപിഎം നേതാവാണ് ഷിജു ഖാൻ. ദത്ത് വിവാദക്കാലത്ത് ഷിജു ഖാൻ സ്വീകരിച്ച നിലപാടുകൾ ഏറെ ചർച്ചയായിരുന്നു. തിരുവനന്തപുരത്തെ ദത്ത് വിവാദത്തിൽ ഷിജു ഖാന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷണം എങ്ങുമെത്തിയില്ല. ഇതിനിടെയാണ് കണ്ണൂരിലെ വിവാദം. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളിൽ സിപിഎം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ജില്ലാ കളക്ടർ ഒത്താശ ചെയ്യുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥ സംവിധാനത്തെ പാർട്ടി താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി കാണണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്തെ നേമത്ത് തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രത്യേകമായി നിയോഗിച്ചതിന് സമാനമായ നീക്കങ്ങളാണ് കണ്ണൂരിലും അരങ്ങേറുന്നത്. വോട്ടെടുപ്പിന് മുന്നോടിയായി ഭരണപരമായ തലങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ പരിശോധിച്ചാൽ ആസൂത്രിതമായ രാഷ്ട്രീയ ഗൂഢാലോചന വ്യക്തമാകുമെന്ന് ഡിസിസി പ്രസിഡന്റ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകർക്കുള്ള ലെയ്സൺ ഓഫീസർമാരായി എൽഡിഎഫ് അനുകൂല സംഘടനകളിൽപ്പെട്ടവരെ മാത്രമാണ് തിരഞ്ഞുപിടിച്ച് നിയമിച്ചിരിക്കുന്നത്. ഇത് നിരീക്ഷണ സംവിധാനത്തെ സ്വാധീനിക്കാനുള്ള തന്ത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെലവ് നിരീക്ഷകരുടെ ലെയ്സൺ ഓഫീസർമാരായി കണ്ണൂർ സർവകലാശാലയിലെ സിപിഎം അനധ്യാപക സംഘടനാ അംഗങ്ങളെ നിയമിച്ചതിലും അസ്വാഭാവികതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നു. പയ്യന്നൂർ മണ്ഡലത്തിൽ സിപിഎം വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച് വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ പദ്ധതിയിടുന്നതായും കോൺഗ്രസ് ആരോപിച്ചു. തളിപ്പറമ്പിലെ കള്ള ആധാർ നിർമ്മാണവുമായി ഇതിന് നേരിട്ട് ബന്ധമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നതിനോടൊപ്പം വ്യാജരേഖകൾ കൂടി ചമച്ച് വോട്ടെടുപ്പ് അട്ടിമറിക്കാനാണ് പാർട്ടി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് നീക്കം നടക്കുന്നത്. കണ്ണൂരിലെ സിപിഎം കോട്ടകളിൽ ഇത്തവണ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന ശക്തമായ പ്രചരണം ഭരണകക്ഷിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ആധിപത്യം തകരുമെന്ന ഭയത്താലാണ് അക്രമ രാഷ്ട്രീയത്തിലേക്കും അട്ടിമറി നീക്കങ്ങളിലേക്കും സിപിഎം തിരിയുന്നത്. പയ്യന്നൂരിൽ യുഡിഎഫ് പ്രവർത്തകർക്ക് നേരെ നടന്ന അക്രമങ്ങൾ ഇതിന്റെ തെളിവാണെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ജില്ലാ ഭരണകൂടം ഭരണകക്ഷിയുടെ ചട്ടുകമായി മാറുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്.
ആക്ഷേപമുയർന്ന ഉദ്യോഗസ്ഥരെ ഉടൻ ചുമതലകളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും പകരം നിഷ്പക്ഷരായ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും DCC ആവശ്യപ്പെട്ടു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച പരാതികൾ നൽകിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നേതൃത്വം അറിയിച്ചു. കണ്ണൂരിലെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കള്ളവോട്ട് തടയാൻ പോളിംഗ് ഏജന്റുമാർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും ഏത് വെല്ലുവിളിയെയും രാഷ്ട്രീയമായി നേരിടുമെന്നും മാർട്ടിൻ ജോർജ് വ്യക്തമാക്കി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിമത സ്ഥാനാർത്ഥികൾക്കെതിരെ CPM അടിത്തട്ടിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ വരും ദിവസങ്ങളിൽ കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ കലുഷിതമാകാനാണ് സാധ്യത.